തിരുവനന്തപുരം പോത്തങ്കോട് നിന്ന് ശ്രീകാര്യം പോകുന്ന വഴി ഏകദേശം ഒരു 800 മീറ്റർ വരുമ്പോൾ പ്ലാമൂട് എന്ന് പറഞ്ഞ ജംഗ്ഷൻ വരും. പ്ലാമൂട് ജംഗ്ഷനിൽ നിന്ന് തന്നെ ഇടത്തോട്ട് കാണുന്ന വഴി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ 2-3 വഴികളുണ്ട്. ഒന്ന് ഇടത്തോട്ട് കാണുന്ന ആ ഒരു ഇന്റർലോക്കിട്ട വഴിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 100 മീറ്റർ ജസ്റ്റ് ഇങ്ങനെ വരുമ്പം തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറാം. നമുക്ക് ആ റോഡും ഒരു കാറ് വരുന്ന വഴിയാണ്, പക്ഷേ അതിലും കുറച്ചുകൂടെ മുന്നേ തന്നെ നമ്മൾ തിരിയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വീതിയുള്ള റോഡ് കാണാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന ഹൗസ് പ്ലോട്ടുകളിലേക്ക് എത്താൻ സാധിക്കും. നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. ഇതുപോലെ വീടുകളൊക്കെ ഉള്ള ലൊക്കേഷൻ നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാം കേട്ടോ. പ്ലാമൂട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് നിസാമിയ പബ്ലിക് സ്കൂളിലേക്കുള്ള ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ ഇടത്തോട്ട് തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി. ആ ഒരു മെയിൻ റോഡിൽ നിന്ന് കഷ്ടിച്ചൊരു 100 മീറ്ററിൽ ഈ കാണുന്ന ഹൗസ് പ്ലോട്ടുകളിലേക്ക് എത്താം. നമുക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് ഫ്രണ്ടേജ് ബേസ് ചെയ്ത് പ്ലോട്ടുകളുണ്ട്, അല്ലാണ്ട് അകത്തേക്ക് ഇന്റേണൽ റോഡ് ഫോം ചെയ്തിട്ടും പിൻവശത്തായിട്ടും പ്ലോട്ടുകളുണ്ട്. 4 സെന്റ് 5 സെന്റ് മുതൽ മേളിലേക്കുള്ള പ്ലോട്ടുകളാക്കി നിങ്ങൾക്ക് വാങ്ങിയെടുക്കാവുന്നതാണ്. ഇവിടെ നിന്നൊരു ഇന്റേണൽ റോഡ് അകത്തേക്കുണ്ട്. അവിടെ നിന്ന് വീണ്ടും മതിൽ പൊളിച്ച് ഒരു ഇന്റേണൽ റോഡ് ഫോം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഞാൻ പ്രോപ്പർട്ടിക്ക് അകത്ത് കയറിയിട്ട് ബാക്കിയും കാണിച്ചു തന്നതിന് ശേഷം വില പറഞ്ഞുതരാം. നമുക്ക് ആ ഒരു ടാർ റോഡ് ഫ്രണ്ടേജിൽ നിന്ന് അകത്തേക്ക് 2 ഇന്റേണൽ റോഡ് ഫോം ചെയ്തിട്ടുണ്ട്. ഏകദേശം 4 മീറ്റർ വീതിയിൽ 2 റോഡുണ്ട്. ഇതൊന്ന് റോഡ്, അവിടെ നിന്ന് വേറൊരു റോഡ് കൂടെ ഉണ്ട്. അതിൻ്റെ 2 ഇരുവശങ്ങളിലായിട്ടും നമുക്ക് 4 സെന്റ് 5 സെന്റ് വീതം വരുന്ന രീതിയിലാണ് പ്ലോട്ട് ഡിവിഷൻ ചെയ്തിട്ടുള്ളത്. ഇനി അതല്ല, നിങ്ങൾക്ക് 2 പ്ലോട്ട് ഒന്നിച്ച് വാങ്ങണമെന്നുണ്ടെങ്കിലും വാങ്ങിയെടുക്കാവുന്നതാണ്. കാരണം എല്ലാം ഏകദേശം ഒരേ ലെവലിനുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ. പ്രോപ്പർട്ടിയുടെ ചുറ്റിനും വീടുണ്ട്. ഈ കാണുന്ന പോലെ ചുറ്റിലും നമുക്ക് ഇതുപോലെ നല്ല നല്ല വീടുകളുള്ള ഒരു ലൊക്കേഷനാണ്. പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ നിസാമിയ പബ്ലിക് സ്കൂൾ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളിലേക്കും നമുക്ക് ഇവിടെ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. അതായത് പ്ലാമൂട് ജംഗ്ഷനിലേക്ക് കഷ്ടിച്ച് 100 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വാക്ക് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കടമുറികളും അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ നടന്നു പോകണ്ടല്ലോ, വണ്ടിയും കൊണ്ടുപോകാം. ആ പെട്രോൾ പമ്പ് ആയാലും എല്ലാം നമുക്ക് ഈ പ്ലാമൂട് ജംഗ്ഷനിൽ തന്നെയുണ്ട്. പോത്തങ്കോട് ജംഗ്ഷനിലേക്ക് ഏകദേശം 800 മീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. അതുപോലെ ഇവിടെ നിന്ന് ഞാണ്ടൂർക്കോണം, ചേങ്കോട്ട് വേണം, അങ്ങനെ കാര്യവട്ടത്തേക്ക് പോകാൻ സാധിക്കും. ശ്രീകാര്യത്തേക്കാണെന്നുണ്ടെങ്കിൽ ഈസി ആക്സസ് ആണ്. ടെക്നോ പാർക്ക് ആയാലും ഇൻഫ്രാ പാർക്ക് ആയാലും എവിടെ നിന്നായാലും നമുക്ക് പെട്ടെന്ന് വന്നെത്താൻ പറ്റുന്ന രീതിയിൽ ആക്സസ് ഉള്ള പ്രോപ്പർട്ടിയാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ചോ. നമുക്കിതിനകത്ത് 6 ലക്ഷം രൂപ മുതൽ പ്രോപ്പർട്ടി അവൈലബിൾ ആണ്. ഏറ്റവും പിൻവശത്താണെങ്കിൽ 6 രൂപ, മുൻവശത്തേക്കാണെന്നുണ്ടെങ്കിൽ പ്രൈസിൽ ചേഞ്ച് ആവുന്നുണ്ട്. ആ കാര്യം നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാം.